ഹായ്, ഇന്ന് നമ്മൾ മാത്സിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നോക്കാനായിട്ട് പോകുന്നത്. പക്ഷേ വളരെ സിമ്പിളാണ്. ഒരുപാട് പേര് തെറ്റിക്കും, എന്നാൽ നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കുക, ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? നമ്മളോർക്കും ഈ ശതമാനമൊക്കെ തന്നിട്ടുള്ളത് കൊണ്ട് ഭയങ്കര പാടായിരിക്കും എന്നോർക്കും. ഒരു പാടുമില്ല, നമുക്ക് പേന തൊടാതെ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ വസ്തുവിൻ്റെ നിലവിലത്തെ വില 100 രൂപയാണ് നിനക്ക്. 100 രൂപയുടെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ്? 20 രൂപ. അപ്പം 100-ൽ നിന്നും 20 കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര രൂപയായി? 80 രൂപയായി. അതേ വസ്തുവിന് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? 10% ഡിസ്കൗണ്ട് കിട്ടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80-ന്റെ 10% എത്രയാണ്? 8. അപ്പോൾ 80 രൂപ ഉണ്ടായിരുന്നത് 8 രൂപയും കൂടെ കുറച്ച് കഴിഞ്ഞാൽ എത്രയായി? 72 രൂപയായി. നിലവിൽ 72 രൂപയായി 2 തവണത്തെ ഡിസ്കൗണ്ട് കഴിഞ്ഞപ്പോൾ. വീണ്ടും 25% കൂടെ കൊടുക്കുന്നു. 72-ന്റെ 25% എത്രയാണ്? 72-ന്റെ പകുതി എത്രയാണ്? 36. 36-ന്റെ പകുതി 18. അതാണല്ലോ 25%. അപ്പോൾ 72-ൽ നിന്ന് 18 കുറയ്ക്കുക. ആൻസർ നമുക്ക് 72-ൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 52 വരും. 52-ഉം 2ഉം കൂടെ കൂട്ടിയാൽ 54 അല്ലേ? അപ്പോൾ 72-ൽ നിന്ന് 18 പോയി കഴിഞ്ഞാൽ 54 ആൻസർ. അപ്പോൾ 54 എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ആൻസർ അല്ല, ഡിസ്കൗണ്ട് എത്ര ശതമാനമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം നിലവിലുള്ള വിലയാണ് എത്ര? 54. 100 രൂപ ഒരു സാധനത്തിന് 54 രൂപയ്ക്ക് ഇപ്പോൾ വിൽക്കുന്നു. ഡിസ്കൗണ്ട് ടോട്ടൽ എത്രയാണ് ശതമാനം? 100-ൽ നിന്ന് 54 കുറയ്ക്കുക, അതായത് 46%. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഇത് തെറ്റിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആയിട്ട് 54 തന്നിട്ടുണ്ട്. ഒരു കാരണവശാലും തെറ്റിക്കരുത്. 54 എന്ന് പറയുന്നത് ശതമാനമല്ല. 54 എന്ന് പറയുന്നത് ഈ ഡിസ്കൗണ്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ പ്രൈസാണ്. 100-ൽ 54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയാണ് ഡിസ്കൗണ്ട് പോയിരിക്കുന്നത്? 100-ൽ നിന്ന് 54 കുറയ്ക്കുക, 46%. അതായത് ഓപ്ഷൻ 3 ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ.